എല്ലാവർക്കും നമസ്കാരം. 1, 2 അനുഭവങ്ങൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അതിലൊരനുഭവം പ്രത്യേകം എനിക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ട്ടോ. മനോഹരമായിട്ട് ആ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എഴുതിയാണ് അയച്ചു തന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ? കേൾക്കാം. ഗുരുവായൂരപ്പ ശരണം. ഹലോ ശ്രീകാന്ത് സാർ, അങ്ങേക്ക് നമസ്കാരം. സാർ, ഞാൻ കൊല്ലം ചവറയിൽ നിന്ന് ജയ ആണ് ട്ടോ. എൻ്റെ ഒരു അനുഭവം പറയാനാണ്. ഞാൻ കഴിഞ്ഞ 3, 4 വർഷമായി എല്ലാ മാസവും വന്ന് ഭഗവാന്റെ നിർമ്മാല്യ ദർശനം തന്നെ കണ്ടു തൊഴാറുണ്ട്. വൈകിട്ട് 7 മണിക്ക് വണ്ടിയിൽ നിന്ന് തിരിച്ച് രാവിലെ നിർമ്മാല്യം കണ്ടു മടങ്ങുകയാണ് ഞങ്ങൾ ചെയ്യാറ്. ഞങ്ങൾ 7-8 പേരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ ഒരുപാട് തുളസിയുണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ ഞാൻ ഓരോ തുളസിമാല കെട്ടി എൻ്റെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമിക്കും ഗുരുവായൂരും കൊണ്ടുപോകുക പതിവായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ ഒരു പെണ്ണ് സ്ഥിരമായിട്ട് എന്നെ കളിയാക്കും. അവിടെ ഇവിടെയൊക്കെ തൊട്ട മാല എന്തിനാ ഭഗവാന് കൊടുക്കുന്നതെന്ന് പറയും. ഞാൻ പറയും, അത് എൻ്റെ മനസ്സിന് ഭഗവാൻ എൻ്റെ മനസ്സിൻ്റെ സ്നേഹമാണ്, അത് ഭഗവാൻ പുറത്തുകൊള്ളുമെന്ന്. ഒരു ദിവസം എനിക്ക് വലിയ വിഷമമായിട്ടോ. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഇനി ഞാൻ മാല കൊണ്ടുവരില്ല എന്ന്. അന്ന് ഞാൻ കുളിച്ച് നേരത്തെ ക്യൂവിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിനടുത്ത് വന്നപ്പോൾ ക്യൂവിൻ്റെ മുന്നിൽ ഒരു ബഹളം. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയോ ക്യൂവിൻ്റെ മുമ്പിൽ പെട്ടുപോയി. നിർമ്മാല്യം തന്നെ കണ്ടു തൊഴുതുട്ടോ. പക്ഷെ എൻ്റെ കൂടെ വന്ന ആരും കയറിയില്ല. അന്ന് ഉദയാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു. അവർ 5-6 മണിക്കൂർ ക്യൂ നിന്ന് അന്ന് രാവിലത്തെ വണ്ടിയിൽ വരാനും പറ്റിയില്ല. ഒരുപാട് വലഞ്ഞുട്ടോ. വൈകിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അതെനിക്ക് സന്തോഷമായി. എൻ്റെ തുളസിമാല ഭഗവാൻ ക്ഷമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചു. അടുത്ത മാസം പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു തുളസിയുടെ ബൊക്ക വാങ്ങിട്ടോ. അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് മുമ്പിൽ നിന്ന് തൊഴുമ്പോൾ ഒരു പയ്യൻ വന്ന്, ഒരു 25 വയസ്സ് പ്രായം വരും, തമിഴ് ചൊവ്വയുള്ള സംസാരമാണ്. ചേച്ചി, ഒരു തുളസിയില തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു, വേണ്ട വേണ്ട കേട്ടോ, ഭഗവാന് കൊടുക്കാനുള്ളതല്ലേ, അതിൽ നിന്ന് കൊടുക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു, മോൻ ഒരു ഇല എടുത്തോന്ന്. ഒരു ഇല പറിച്ച് ചെവിയിൽ തിരികെ എന്നെ നോക്കി പുറകെ തിരിഞ്ഞ് ചിരിച്ച് നടന്നു. ചിരിച്ച് ടാറ്റ പറഞ്ഞാണ് പോയത് കേട്ടോ. അപ്പോഴുണ്ടല്ലോ, കൂടെ നിന്ന ഒരു കൊച്ചു ചോദിച്ചു, ചേച്ചിക്ക് വല്ലതും തോന്നിയോ? ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷെ അപ്പോൾ എനിക്ക് ഒരു വെപ്രാളം. ഒടിച്ച തുമ്പ് ഒടിഞ്ഞു കിടക്കുന്നു. അത് കരിഞ്ഞില്ല കേട്ടോ, ബാക്കി കരിഞ്ഞതുപോലെ. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് തന്നെയാണോ അത് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കൂട്ടോ. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ആ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. പിന്നീട് അടുത്ത അനുഭവം പറയുന്നത്, ഞാൻ ഈ ഏകാദശി ദിവസം എൻ്റെ 86 വയസ്സ് പ്രായമുള്ള അമ്മയുമായിട്ട് അവിടെ എത്തിയിട്ടോ. നിർമ്മാല്യത്തിനായിരുന്നു. അങ്ങനെ മുറി ഒക്കെ കിട്ടി. രാത്രി 2 മണിക്ക് അവിടെ എത്തി. 2:30 കുളിച്ച് അമ്പലത്തിൽ വടക്കേ നടവഴി. അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഒരു പരുവത്തിൽ കുളത്തിൻ്റെ അടുത്തുകൂടെ ദേവിയുടെ അമ്പലത്തിലേക്കുള്ള ക്യൂവിൽ കയറിട്ടോ. ചുറ്റമ്പലം തൊഴുത് മടങ്ങാനായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ ഇരുന്ന് സഹസ്രനാമം ചൊല്ലാമെന്ന്. ശരിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ചൊല്ലിക്കഴിഞ്ഞ് ഞങ്ങളെ ചുറ്റമ്പലത്തിൽ കയറി. സൂചി കുത്താനിടയില്ല കേട്ടോ. അമ്മയോടൊപ്പം നടക്കാൻ പാടാണ്. അപ്പോൾ ഒരു ചേച്ചി വന്ന് ചോദിച്ചു, ദർശനം കിട്ടിയോ എന്ന്. ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ പിടിച്ചു, നടന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി പടിഞ്ഞാറേ നടയുടെ തെക്ക് വശത്ത് അയ്യപ്പസ്വാമിയുടെ അടുത്തെത്തി. അവിടെ ഒരു ചേച്ചി, ഒരു നല്ല തേജസ്സായ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇയാൾ ഇവിടെ നിൽക്കുമോ, അമ്മ കയറി തൊഴട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, അത് മതി, ഞാൻ വടക്ക് വശം നിൽക്കാമെന്ന്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു കേട്ടോ, വേണ്ട, ചേച്ചി കയറി തൊഴ്, ഞാൻ പിന്നെ തൊഴാമെന്ന്. ഞാൻ പണ്ട്, മോൻ എപ്പോൾ വരുമെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, ചേച്ചി അകത്ത് കയറി തൊഴുതോളൂ, ഞാൻ അവിടെ കാണാമെന്ന്. ഞാൻ നിർമ്മാല്യം കണ്ട് തൊഴുതു പൊട്ടിക്കരഞ്ഞു പോയി. ജനലക്ഷങ്ങൾ ക്യൂ നിൽക്കുന്നിടത്ത് അവരുടെ രൂപത്തിൽ ഭഗവാൻ നിർമ്മാല്യ ദർശനം തന്നു. എനിക്ക് കാണാൻ ഭാഗ്യം തന്നു. തൊഴുതു വടക്ക് വശം താമരക്കണ്ണനെയും കണ്ടപ്പോൾ ആ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. തൊഴുതോ എന്ന് ചോദിച്ചിട്ടോ. ഒന്നുകൂടി നന്ദി പറയണമെന്ന് കരുതി നോക്കി, അതിനെ കണ്ടില്ല. ഭഗവാൻ ഓരോ ലീലാവിലാസങ്ങൾ. ശ്രീകാന്ത് സാറ്, ഒരുപാട് നീണ്ടുപോയിട്ടോ, ക്ഷമിക്കണം. ഒത്താൽ മാത്രം വായിക്കുന്ന ദിവസം ഒന്ന് മെസ്സേജ് ഇടണേ. ഗുരുവായൂരപ്പൻ അങ്ങയെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ അനുഭവത്തിൽ കൃത്യമായിട്ട് ഏതൊരു ഭാഗം എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ അങ്ങനെ വായിച്ചു എന്നുള്ളൂ. അപ്പം മെസ്സേജ് ഇടാൻ പറഞ്ഞത് മാത്രം നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചു തരുന്നതാണ്. അപ്പം ആരുടേതാണ് അനുഭവം വായിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് സ്ഥിരം ഗ്രൂപ്പിലുള്ള പരിചയമുള്ള ആളുകളൊക്കെ ആകുമ്പം എനിക്ക് മനസ്സിലാവുന്ന ആളുടേതാണ് എന്നുള്ളത്. അപ്പോൾ മനോഹരമായ അനുഭവമായിരുന്നു. രണ്ടാമത്തെ അനുഭവം ഉണ്ടല്ലോ, ആ കൃഷ്ണൻ്റെ ആ ഒരു തമിഴ് പയ്യൻ വന്നിട്ട് ആ തുളസിയില നുള്ളി കൊണ്ടുപോയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അദ്ദേഹം നുള്ളിയത് മാത്രം കരിഞ്ഞില്ല, ബാക്കിയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത്രയും ഗംഭീരം തന്നെ. ഹരേ കൃഷ്ണ. എല്ലാവരിലേക്കും എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ബട്ടണിലൂടെ വരണം. കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ കൃഷ്ണവിഗ്രഹങ്ങൾ കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.